ഹലോ ഗൈസ്, വെൽക്കം ടു PRJ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോവുക. അതിന് വേണ്ടിയുള്ള മസാലപ്പൊടിയാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ആദ്യം വീഡിയോ എടുക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആലോചിച്ച് ഒരു വീഡിയോ എടുത്ത് കളയാന്ന്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കഴിഞ്ഞ ദിവസം കോസ്കോയിൽ പോയപ്പോൾ കണ്ടതാ പോത്തിൻ്റെ നല്ല റിബ്സ്. അപ്പോൾ അത് എല്ലും കപ്പയും ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ എല്ലും കപ്പയും ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ട് കട്ട് ചെയ്യാൻ. എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് കുറച്ച് എല്ലും കപ്പയും വെച്ചു. അങ്ങനെ ബാക്കി 3 റിബ്സ് ഇരുന്നു. അപ്പോൾ ഒരു ഐഡിയ തോന്നിയത് നമുക്ക് ഓവനിലിട്ട് ബേക്ക് ചെയ്യാം. നല്ല ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടില്ല ഒരിക്കലും. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് നോക്കിയത് നമ്മൾ പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ചൊരു ഡിഷാണിത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് പറയുമ്പോൾ ഒത്തിരി ലെങ്ത്, ബിക്കോസ് ചെറിയൊരു ഷോർട്ട് വീഡിയോസ്, അപ്പോൾ അത്രയും പറയാനില്ല ഇല്ല. അപ്പം ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് പൊടി വെച്ച് ഉള്ളിൽ മാരിനേറ്റ് ചെയ്ത് കുറച്ച് ഒലീവ് ഓയിൽ പുരട്ടി ബൈൻഡറാക്കി ഒലീവ് ഓയിൽ കൊണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ ഈ മസാലയൊക്കെ തേച്ച് നമ്മുടെ ഫോയിൽ പേപ്പർ വെച്ച് ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് ഫോയിൽ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചു. ബേക്കിംഗ് ട്രേൻ്റെ ആദ്യം ഫുള്ള് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തു. പിന്നെ ഒരു ഫോയിൽ പേപ്പർ എടുത്ത് ഈ മാരിനേറ്റ് ചെയ്ത റിബ്സ് അതിൻ്റെ മുകളിൽ വെച്ച് അതുകൊണ്ട് പിന്നെ വീണ്ടും കവർ ചെയ്യണതാണ് നിങ്ങൾ കാണുന്നത്. ഇത് പിന്നെ കവർ ചെയ്ത് ഫുള്ള് നന്നായി കവർ ചെയ്യണം, ബിക്കോസ് അതിൻ്റെ ഉള്ളിലെ ഫ്ലേവറൊക്കെ അതിൽ തന്നെ ഇൻടാക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം കവർ ചെയ്ത് അങ്ങനെ വെച്ചു. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ കവറിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇത് സാധനം നമുക്ക് ഓവനിൽ വെക്കാം. അപ്പോൾ ഞാൻ ഓവൻ നല്ല 250 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തു. എൻ്റെ മാക്സിമം 250 ആണ്. നിങ്ങൾക്ക് 300 വരെ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അങ്ങനെ സാധനം നമ്മൾ മാരിനേറ്റ് ചെയ്ത പോത്തിൻ്റെ റിബ്സ് എടുത്ത് ഓവനിൽ വെച്ചു. ഇനി ഒരു 3 hours അത് ഓവനിൽ ഇരുന്ന് നല്ലോണം കുക്കാവണം. ഇടയ്ക്കൊരു 2.5 hours കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യണമെന്ന് നല്ലതാണ്, ബിക്കോസ് ഓരോ ഓവൻ്റെ അനുസരിച്ചിരിക്കും. ഇത് ഞാനൊരു ഓൾമോസ്റ്റ് 2.5 അല്ലെങ്കിൽ 200 ഒരു 3 മണിക്കൂറിന് മുമ്പ് എടുത്തു, ബിക്കോസ് ടൈം ഉണ്ടായില്ല, വൈഫിന് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് കുക്ക് ചെയ്ത് തീർക്കണമായിരുന്നു. അപ്പോൾ ഞാനെടുത്ത് ഒരു 2 hours and 45 minutes ആ സമയത്ത് എടുത്ത് ഇപ്പോൾ ഇല്ല റിസൾട്ടാണിത്. ഓൾമോസ്റ്റ് കുക്കായിരുന്നു, പക്ഷെ കുറച്ചും കൂടി ഒന്ന് കുക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ സാധനം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബാർബിക്യൂ സോസ്, ഞാൻ ഇത് HP-യുടെ ബാർബിക്യൂ സോസാണ് എടുത്തത്. നമുക്ക് ഏത് ബാർബിക്യൂ സോസ് വേണമെങ്കിലും എടുക്കാം. ആ ബാർബിക്യൂ സോസ് എടുത്ത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്യണം. ആ ബാർബിക്യൂ സോസ് പരട്ടിയിട്ട് ഇങ്ങനെ നല്ലൊരു നമ്മുടെ കയ്യിൽ ഓയിൽ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നല്ലോണം ഒന്നിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് നല്ലോണം എല്ലാ സ്ഥലത്തും ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 2 hours 45 minutes കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് പിന്നെ ബാർബിക്യൂ സോസ് വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യുക. ഇനി വീണ്ടും ഇത് ഓവനിൽ വെക്കണം. വീണ്ടും അത് ഓവനിൽ ഒരു 10 to 15 minutes വെച്ച് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത്. നല്ല ടെക്സ്ചർ, നല്ല ടേസ്റ്റ്. ഫൈനലി നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കി. ഇതിനെ പറയണത് ബീഫ് റിബ് റോസ്റ്റാണ്. ഇത് ബാർബിക്യൂ ചെയ്യാം, ഓവനിലും ഉണ്ടാക്കാം. അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ തിന്നാം, അല്ലെങ്കിൽ ഒരു ടോർട്ടില റാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ പീസസ് ആക്കി അതിലിട്ട് ഒരു ഷവർമ പോലെയും കഴിക്കാം.